ഒരു ചോദ്യം. യേശുവിനെ ദൈവരാജ്യത്തെ ഒരു പർവ്വതത്തോടോ സിംഹത്തോടോ ഒരു സമുദ്രത്തോടോ ഒക്കെ ഉപമിക്കാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് യേശു ഒരു ചെറിയ കടുകുമണിയെ തിരഞ്ഞെടുത്തത്? കാരണം ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം അതിൻ്റെ വലിപ്പത്തിലല്ല, അതിൻ്റെ ജീവശക്തിയിലാണ്. മത്തായി സുവിശേഷം 13-ാം 31 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ യേശു പറയുന്നു, സ്വർഗ്ഗരാജ്യം ഒരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിൽ വിതച്ച കടുകുമണി പോലെയാണെന്ന്. ശ്രദ്ധിച്ചോ, യേശു ആദ്യം പറയുന്നത് വിത്തെന്നല്ല, രാജ്യമെന്നാണ്. അതായത് ദൈവരാജ്യം ആദ്യം വരുന്നത് ശബ്ദത്തോടെയല്ല, ഒരു വിത്ത് പോലെയാണ്, നിശബ്ദമായി, കണ്ണിൽപ്പെടാതെ, പക്ഷേ ജീവനോടെ. ഒരു വിത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ പുറംതോടിലല്ല, അതിൻ്റെ ഉള്ളിലെ ജീവനിലാണ്. കടുകുമണി ചെറുതാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു വലിയ വൃക്ഷത്തിൻ്റെ സാധ്യത ഒളിഞ്ഞിരിക്കുന്നു. അതുപോലെ ദൈവരാജ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആദ്യം വലിയ മാറ്റങ്ങൾ കാണില്ല. ഒരു വചനം, ഒരു വെളിപ്പാട്, ഒരു അനുസരണം, ഇവയൊക്കെയാണ് ദൈവരാജ്യത്തിൻ്റെ വിത്തുകൾ. ലോകം അതിനെ ചെറുതായി കാണും, പക്ഷേ ദൈവം ചെറിയ വിത്തുകളിൽ നിത്യമായ ഉദ്ദേശങ്ങൾ ഒളിപ്പിക്കുന്നു. ഒരു കർഷകന് വിത്ത് വിതയ്ക്കാൻ കഴിയും, പക്ഷേ അതിന് ജീവൻ കൊടുക്കാൻ കഴിയില്ല. വളരുന്നത് വിത്തിൻ്റെ പരിശ്രമം കൊണ്ടല്ല, അതിൻ്റെ ഉള്ളിലുള്ള ജീവൻ കൊണ്ടാണ്. അതുപോലെ നിങ്ങൾക്ക് ദൈവരാജ്യം നിർമ്മിക്കാൻ കഴിയുകയില്ല. നമ്മൾ ചെയ്യേണ്ടത് ദൈവരാജ്യത്തിൻ്റെ വിത്തിനെ സ്വീകരിക്കുക. വളർച്ച ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം ചെറുതാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ശുശ്രൂഷ ചെറുതാണോ? നിങ്ങളുടെ തുടക്കം നിസ്സാരമാണോ? കടുകുമണിയെ ഓർക്കുക, ദൈവം ഒരിക്കലും വലിയ തുടക്കങ്ങളിൽ ആശ്രയിച്ചിട്ടില്ല. അവിടുന്ന് ജീവനുള്ള വിത്തുകളിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ തുടക്കം ചെറുതായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ദൈവരാജ്യത്തിൻ്റെ ജീവനുണ്ടെങ്കിൽ ആ ജീവൻ വളരും, ഫലം കായ്ക്കും, ഒടുവിൽ അനേകർക്ക് തണലാകും. കാരണം ദൈവരാജ്യത്തിൻ്റെ ശക്തി അതിൻ്റെ വലിപ്പത്തിലല്ല, അതിൻ്റെ ഉള്ളിലുള്ള ദൈവിക ജീവശക്തിയിലാണ്.